ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി മത്തൻ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. മത്തൻ കൊണ്ടുള്ള ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ പെട്ടെന്ന് ഒരാൾക്കും ഇഷ്ടമാവില്ല. മത്തൻ ഏത് രീതിയിൽ വെച്ചാലും നമ്മൾ ഇഷ്ടപ്പെടാത്ത പല ആൾക്കാരും ഉണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും. ഇതെനിക്ക് എന്താ നേരത്തെ തന്നെ ചെയ്യാൻ തോന്നാത്തത് എന്നുള്ളൊരു വിഷമേ ഉള്ളൂ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇത്. തയ്യാറാക്കി എടുക്കാനും ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ചൂട് സമയത്തും വീട്ടിലൊരു ഗസ്റ്റ് വരുന്ന സമയത്തും എപ്പോഴും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ മീഡിയം പഴുപ്പുള്ള ചെറിയൊരു മത്തൻ എടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് പഴുത്തു പോയ മത്തൻ എടുക്കരുത്. ഇതുപോലെ മീഡിയം പഴുപ്പുള്ളൊരു മത്തൻ വേണം എടുക്കാനായിട്ട്. ഇനി ഇത് മുഴുവനും എടുക്കുന്നില്ല. ഇതിന്റെ നേർപകുതി ഞാൻ കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുരുവും ഭാഗവും എല്ലാം കളഞ്ഞിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ചു കൊടുക്കാൻ നേരത്ത് വാനില എസൻസ് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഈ ഒരു കട്ട് ചെയ്ത് വെച്ച മത്തനും ഏലക്കയും കൂടെ ചേർത്ത് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ച് ഉടച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് ചൂടാറിയിട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. 1/2 കപ്പിന് 2 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത മിക്സ് ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഇനി ഇതിൻ്റെ ജാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടെ ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒട്ടും വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ്. ഞാനിവിടെ 1 ലിറ്റർ അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളറും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കുമാണിത്. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഇപ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.